ഹലോ. ടൂൾസ്, എക്യുപ്മെന്റ്സ് എന്നിവയുടെ ഉപയോഗം എന്ന ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനത്തോടെ മാനിക്യൂർ, പെഡിക്യൂർ എന്നിവ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഓരോ ഉപകരണത്തിന്റെയും യന്ത്രത്തിന്റെയും മെറ്റീരിയലിന്റെയും ഉപയോഗം നോക്കാം. Client chair, manicure stool, manicure table, manicure tray, manicure bowl, infrared lamp, hot plate, medium size bowl, electric manicure kit, orange wood stick, emery board, magnifying glass, cuticle pusher, cuticle clipper, nail brush, nail scissors, nail buffer, spatula, UV LED lamp. Materials: nail varnish remover, cuticle oil or cream, whitening pencil, nail varnish, cuticle remover, nail bleachers, nail strengthener, hand lotion and cream, top coat, base coat, liquid hand wash, H2O2, manicure shampoo, cotton, vegetable oil, sea salt, antiseptic solution, scrub, pack. ഇനി നമുക്ക് മാനിക്യൂറിംഗ് ടൂളുകൾ നോക്കാം. നെയിൽ ഫയലുകൾ വ്യത്യസ്ത തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ്. അവ വ്യത്യസ്ത ഗ്രിറ്റ് ലെവലുകളിൽ വരുന്നു. ഗ്രിറ്റ് ലെവൽ ഫയലിന്റെ പരുക്കൻ അല്ലെങ്കിൽ സൂക്ഷ്മതയെ സൂചിപ്പിക്കുന്നു. കനം കുറഞ്ഞതും ദുർബലവുമായ നഖങ്ങളിൽ ഒരിക്കലും പരുക്കൻ ഫയൽ ഉപയോഗിക്കരുത്. അതിനുള്ള നിയമം ഇതാണ്: നഖത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയില്ലെങ്കിൽ മികച്ച ഒരു ഗ്രിറ്റ് ഉപയോഗിച്ച് തുടങ്ങുക. 2 വശങ്ങളുള്ള എമറി ബോർഡ് ഇതിന് അനുയോജ്യമാണ്, കാരണം അത് വളരെ വലുതായതും മൃദുവായതും പരുക്കനായതുമായ വശങ്ങൾ ഉള്ളതുമാണ്. ഒരു ഡിസ്പോസിബിൾ ഫയലായ എമറി ബോർഡ് പ്രൊഫഷണൽ ഉപയോഗത്തിനുള്ളതല്ല, എന്നാൽ ഇപ്പോൾ ചില ക്ലയന്റുകൾ അവ ഇഷ്ടപ്പെടുന്നു. ക്രിസ്റ്റൽ ഫയൽ ദുർബലമായ നഖങ്ങൾക്ക് അനുയോജ്യമാണ്. ഇതിന് ഏറ്റവും മികച്ച ഗ്രിറ്റ് ഉണ്ട്. ശക്തവും കട്ടിയുള്ളതുമായ നഖങ്ങൾക്ക് ഇത് വളരെ മികച്ചതായിരിക്കാം. ഇത് കൂടുതൽ ചെലവേറിയതാണ്, പക്ഷേ വളരെ കാലം നിലനിൽക്കും. മെറ്റൽ ഫയൽ എന്നത് ഒഴിവാക്കേണ്ട ഒരുതരം ഫയലാണ്. ഇത് നഖങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ നഖത്തിന് കേടുപാടുകൾ വരുത്തുന്നതുമാണ്. ക്യൂട്ടിക്കിൾ നൈഫിന് നേരായ കട്ടിംഗ് എഡ്ജുണ്ട്. മൂർച്ചയുള്ളതും ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതുമാണ്. ഇത് നെയിൽ പ്ലേറ്റിലെ ക്യൂട്ടിക്കിളുകൾ അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയ മൃതചർമ്മം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്യൂട്ടിക്കിൾ നിപ്പർ നഖത്തിന്റെ അടിഭാഗത്ത് അധികമുള്ള പുറംതൊലി ട്രിം ചെയ്യാനോ മുറിക്കാനോ ഉപയോഗിക്കുന്നു. തൂങ്ങിക്കിടക്കുന്ന നഖങ്ങൾ നീക്കം ചെയ്യാനും അവ ഉപയോഗിക്കുന്നു. ക്യൂട്ടിക്കിൾ പുഷർ നഖത്തിന് ചുറ്റുമുള്ള ക്യൂട്ടിക്കിളുകൾ അയയ്ക്കാനും പിന്നിലേക്ക് തള്ളാനും ഉപയോഗിക്കുന്നു. നെയിൽ ക്ലിപ്പറുകൾ നഖങ്ങൾ ചെറുതാക്കാൻ ഉപയോഗിക്കുന്നു. നഖങ്ങൾ ക്ലിപ്പ് ചെയ്യുന്നത് ഫയലിംഗ് സമയം കുറയ്ക്കും. കാൽവിരലിലെ നഖങ്ങൾ ക്ലിപ്പ് ചെയ്യാൻ ഒരു വലിയ ക്ലിപ്പർ ഉപയോഗിക്കുന്നു. ഓറഞ്ച് വുഡ് സ്റ്റിക്ക് നഖത്തിന്റെ ചുവട്ടിലെ ക്യൂട്ടിക്കിൾ അയയ്ക്കുന്നതിനോ ഫ്രീ എഡ്ജിന്റെ അടിഭാഗം വൃത്തിയാക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ വടിയാണ്. അതിന് പകരമായി നിങ്ങൾക്ക് ഒരു ക്യൂട്ടിക്കിൾ പുഷർ ഉപയോഗിക്കാനാവും. നെയിൽ ബ്രഷ് ചെറുചൂടുള്ള വെള്ളത്തിന്റെയും സോപ്പിന്റെയും സഹായത്തോടെ നഖങ്ങളുടെ ചുവടും ചുറ്റും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. മുകളിൽ ചർച്ച ചെയ്ത മാനിക്യൂർ ടൂളുകൾ ഉപയോഗിച്ച് ഒരു ക്ലയന്റിന്റെ നഖം എങ്ങനെ മനോഹരമാക്കാം എന്നതിന്
ഒരു വീഡിയോ നമുക്ക് കാണാം. മൂന്ന് തരം നെയിൽ ബഫറുകളാണ് ഉപയോഗിക്കുന്നത്. ഷമോയിസ് ബഫർ, ബ്ലോക്ക് ബഫർ, 3 to 4 സൈഡഡ് ബഫർ എന്നിവയാണവ. ഷമോയിസ് ബഫർ ഷമോയിസ് അല്ലെങ്കിൽ തുകൽ കൊണ്ട് പൊതിഞ്ഞതാണ്. അത് മികച്ച തിളക്കത്തിലേക്ക് നഖങ്ങൾ പോളിഷ് ചെയ്യുന്നതിന് ബഫിംഗ് പോസ്റ്റോ പൊടിയോ ചേർത്ത് ഉപയോഗിക്കുന്നു. ബ്ലോക്ക് ബഫർ എല്ലാ വശങ്ങളും പരുക്കനായ 4 വശങ്ങളുള്ള ഒരു ബ്ലോക്കാണ്. കോറഗേറ്റഡ് ലൈനുകൾ മിനുസപ്പെടുത്തുന്നതിനോ നെയിൽ പ്ലേറ്റിന്റെ കനം കുറയ്ക്കുന്നതിനോ ഇത് നെയിൽ പ്ലേറ്റിൽ നേരിട്ട് ഉപയോഗിക്കുന്നു. 3-4 വശങ്ങളുള്ള ബഫറിൽ ബഫറിന്റെ പരുക്കൻ വശങ്ങൾ വരകൾ ഇല്ലാതാക്കാനും നെയിൽ പോളിഷ് പ്രയോഗിക്കാൻ സജ്ജമാക്കുന്നതിനായി നഖത്തിന്റെ ഉപരിതലം മിനുസപ്പെടുത്തുവാനും ഉപയോഗിക്കുന്നു. മൃദുവായ വശങ്ങൾ നഖങ്ങൾ പോളിഷ് ചെയ്യാനും സ്വാഭാവിക തിളക്കം സൃഷ്ടിക്കാനും ഉപയോഗിക്കുന്നു. നഖങ്ങൾ നന്നാക്കുമ്പോൾ സിൽക്ക് എടുക്കാൻ ഉപയോഗിക്കുന്നവയാണ് ട്വീസറുകൾ. മാനിക്യൂർ ട്രീറ്റ്മെന്റ് വേളയിൽ ഇളം ചൂടുള്ള സോപ്പ് വെള്ളവും ആന്റിസെപ്റ്റിക് ഉപയോഗിച്ച് നഖങ്ങൾ കുതിർക്കാൻ ഫിംഗർ ബൗൾ ഉപയോഗിക്കുന്നു. പെയിന്റിംഗ് സമയത്ത് വിരലുകൾ വേർപെടുത്താൻ ഫിംഗർ സെപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്നു. ഹാൻഡ് അല്ലെങ്കിൽ മസാജ് ക്രീം പ്രയോഗിച്ചതിന് ശേഷമാണ് മാനിക്യൂർ മിറ്റൻസ് സാധാരണയായി ഉപയോഗിക്കുന്നത്. കൈകൾ പാരഫിൻ വാക്സിൽ മുക്കി ഒരു ക്ലിംഗ് ഫിലിം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് പോക്കറ്റിനുള്ളിൽ വയ്ക്കുകയും മിറ്റനിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു. പാരഫിൻ വാക്സ് ട്രീറ്റ്മെന്റ് വേളയിൽ ഇലക്ട്രിക്കൽ മിറ്റൻ അല്ലെങ്കിൽ ചൂടാക്കിയ കൈയുറകളും ഇതേ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. നെയിൽ ഡ്രയർ നെയിൽ പോളിഷ് വേഗത്തിലുണക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണമാണ്. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ സജ്ജീകരിക്കുന്ന പ്രദേശം അടയാളപ്പെടുത്താൻ പേപ്പർ ടവലുകൾ ഉപയോഗിക്കുന്നു. മാനിക്യൂർ ചെയ്യുമ്പോൾ ക്ലയന്റിന്റെ കൈകൾ വയ്ക്കാനും കൈകൾ ഉണക്കാനും കോട്ടൺ ടവലുകൾ ഉപയോഗിക്കുന്നു. മാനിക്യൂർ സമയത്ത് ടൂളുകൾ വയ്ക്കാൻ അണുനാശിനി ലായനിയുള്ള ടൂൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു. നഖത്തിന്റെയും ക്യൂട്ടിക്കിളിന്റെയും അവസ്ഥയെ സൂചിപ്പിക്കുന്ന സൂക്ഷ്മമായ വിശദാംശങ്ങൾ തിരിച്ചറിയാൻ മാനിക്യൂറിസ്റ്റിനെ പ്രാപ്തമാക്കുന്നതിന് ലാം ലൈറ്റിംഗ് അത്യാവശ്യമാണ്. ക്ലയന്റ് ചെയർ എന്നത് ക്ലയന്റിനെ സുഖപ്രദമായി ഇരുത്തുന്ന ഒരു കസേരയാണ്. മാനിക്യൂർ സ്റ്റൂൾ ട്രീറ്റ്മെന്റിനിടെ മാനിക്യൂറിസ്റ്റിന് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റൂളാണ്. മാനിക്യൂർ ടേബിൾ സുഗമമായ പ്രവർത്തനത്തിനായി എല്ലാ ഉൽപ്പന്നങ്ങളും ടൂളുകളും വയ്ക്കാനുള്ള സ്ഥലമാണ്. ഉൽപ്പന്നങ്ങളും ടൂളുകളും കൊണ്ടുപോകാൻ മാനിക്യൂർ ട്രേ ഉപയോഗിക്കുന്നു. മാനിക്യൂർ, പെഡിക്യൂർ എന്നിവ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന വിവിധ ടൂളുകളും ഉപകരണങ്ങളും ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അവ ഉപയോഗിക്കാൻ കഴിയണം. നിങ്ങൾക്ക് നന്ദി.